ഇന്ന് ഞാൻ വേറെ ചെയ്തിരിക്കുന്നൊരു സാരി എപ്പോഴും എല്ലാവരുടെ ഒരു ഫേവററ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടയിൽ. ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ സാരിയുടെ ഈ ഒരു ആപ്ലിക് പാറ്റേൺ. നമ്മൾ നോർമലി ഈ ഓർഗൻസിലൊക്കെ കാണുന്ന ഒരു ആപ്ലിക് പാറ്റേൺ ഈ ഒരു സാരിയിൽ ഈ കോട്ട സാരിക്കുള്ളിൽ കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും, ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പല്ലു പോർഷനൊക്കെ അതിനും ഒരു ഫ്ലോറൽ പാറ്റേൺ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ടു സൈഡിൽ നമുക്ക് ലേസ് ഡീറ്റെയിലും കൂടെ വരുന്നുണ്ട്. ആൻഡ് ബോഡി പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് ഡിസ്ചാർജ് പ്രിൻറ്റിൻ്റെ ഒരു ഫീൽഡിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇത് വരുന്നത് വൈറ്റിനുള്ളിൽ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ കോമ്പിനേഷനാണ്. പ്ലീറ്റ്സൊക്കെ എടുക്കുന്ന പോർഷനായാലും ആ ഒരു എൻ പോർഷൻ ഫുൾ നമുക്കൊരു ആപ്ലിക് വർക്ക് തന്നെയാണ് കേട്ടോ കവറപ്പ് ചെയ്ത് നിൽക്കുന്നത്. ബ്ലൗസ് പീസും റണ്ണിങ്ങിൽ തന്നെ ഈ ഒരു സെയിം ഡിസ്ചാർജ് പ്രിൻറ്റോടെയാണ് വന്നിട്ടുള്ളത്. ഇത് കൂടാണ്ട് ഒരു 3 ഷെയ്ഡ്സും കൂടെ അവൈലബിൾ ആണ്. നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. നെക്സ്റ്റ് വരുന്നത് വൈറ്റിനുള്ളിൽ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. കുറച്ചൊന്ന് ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു ആ ഡിസ്ചാർജ് പ്രിൻറ്റിൻ്റെ ഒരു ഫീൽ തന്നെയാണ്. നമുക്കിപ്പം പാരൻസിനൊക്കെ ആയാലും നമ്മുടെ പേഴ്സണൽ യൂസിനൊക്കെ ആയാലും നല്ലൊരു ഓപ്ഷനിലുള്ളൊരു സാരിയും കൂടെയാണ്. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള ആപ്ലിക് പാറ്റേണും ഈ ഒരു സെയിം പാറ്റേൺ ആണ്. നമുക്ക് ആപ്ലിക് പാറ്റേണിലൊന്നും ഡിഫറൻസ് വരുന്നില്ല. ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം 1 ലെയർ ഇടുന്നതിനേക്കാളും കുറച്ചൊന്ന് അടുക്കി കുത്താണ്ട് ഒരു കാഷ്വൽ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാലും നല്ലൊരു ലുക്ക് കൊണ്ടുവരുന്നതായിരിക്കും. 2 സൈഡിൽ നമുക്ക് ലേസ് ഡീറ്റെയിലും കൂടെ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് നമുക്ക് ബ്ലൗസ് പീസിൽ സെയിം ആ ഒരു ഡിസ്ചാർജ് പ്രിൻറ്റിൻ്റെ ഫ്ലോറൽ ഡീറ്റെയിലും തന്നെ വരുന്നുണ്ട്. ആൻഡ് 2 സൈഡിൽ നമുക്ക് ലേസും കൂടെ വരുന്നുണ്ട്. ഇപ്പം എൽബോയുടെ സ്ലീവ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ലേസ് ഡീറ്റെയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു വൈറ്റിനുള്ളിൽ തന്നെ ഒരു ഓറഞ്ചിൻ്റെ ലൈറ്റ് ഓറഞ്ചിൻ്റെ കോമ്പിനേഷൻ, കുറച്ചൊന്ന് ബ്രൈറ്റൻ ഡൗണിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡും കൂടെയാണ്. എനിക്ക് ഈ വൈറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടത്. നമ്മൾ റെയറായിട്ട് കാണുന്ന ഒരു കോമ്പിനേഷനും കൂടെയാണ്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ലുക്ക് വന്നിട്ട്. നമുക്ക് ലോവർ അപ്പർ പോർഷൻ വരുമ്പോൾ ഫുള്ളും പ്രത്യേകിച്ച് ഡീറ്റെയിൽ വരുന്നില്ല, ലേസ് ഡീറ്റെയിൽ മാത്രം വരുന്നുള്ളൂ. ബ്രോഡായിട്ട് നിൽക്കുന്ന ലോവർ പോർഷനും കൂടെയാണ് കേട്ടോ. അത് ഫുൾ നമുക്കൊരു ഈ സാരിയുടെ തന്നെ ആ ഒരു ഡിസ്ചാർജ് പ്രിൻറ്റിൽ വന്നിട്ടുള്ള ആ ഒരു ടോൺ ഷെയ്ഡ്സിലാണ് ഇതിൻ്റെ ആപ്ലിക് പാറ്റേൺ ഫുള്ളും കവറപ്പ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ പല്ലു പോർഷൻ. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡും കൂടെയാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ്. അതും വൈറ്റിനുള്ളിൽ വന്നപ്പോൾ കുറച്ചൊന്ന് അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ലേ. എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡും കൂടെയാണ്. ആൻഡ് ബ്ലൗസ് പീസിലാണെങ്കിൽ നമുക്കൊരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ. ഈ കോട്ട ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈറ്റ് ചെയ്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കണം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒത്തിരി ടൈറ്റ് ആവുന്ന ഏരിയ കൊണ്ട് ജസ്റ്റ് പിന്നിപ്പോയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കുറച്ചൊന്ന് ലൂസ് ചെയ്ത് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളതും സെയിം ഈ ഒരു പ്രിൻറ്റിൽ തന്നെയാണ്. അമ്മമാർക്കൊക്കെ ആണെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷനും കൂടെയാണ്. ഇതിൻ്റെയൊക്കെ കോഡ് വരുന്നത് BLD 1306 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 4499 ആണ്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. പാർട്ടി വെയർ ലുക്കിൽ വന്നേക്കുന്ന അൺസ്റ്റിച്ച് സൽവാർ സെറ്റിൻ്റെ ഒരു കളക്ഷനാണ് ഇത് കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫുള്ളായിട്ട് ആപ്ലിക്കല്ല കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഈ ഒരു ഫ്ലവേഴ്സിനെ കണ്ടോ ഒരു കട്ട് വർക്ക് ചെയ്തെടുത്തേക്കാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആൻഡ് ലീഫിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ 4 സൈഡ് ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ആൻഡ് ടോപ്പിലേക്ക് വരുവാണെങ്കിൽ യോക്ക് പോർഷനിൽ സെൽഫ് കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് അതിന് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു സെൽഫ് കളറിൽ തന്നെ വന്നേക്കുന്ന കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ്, സീക്വൻസിൻ്റെ ഒക്കെ ഒരു ഹൈലൈറ്റിംഗ് വരുന്നുണ്ട്. ആ ഒരു യോക്കിനെ ഹൈലൈറ്റ് ചെയ്ത് ലേസ് ട്രിം 3 സൈഡ് കൊടുത്ത് ലേസ് ട്രിം കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ് ആ ഒരു യോക്ക് പോർഷന്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതൊരു മോവ് ഷെയ്ഡാണ് കേട്ടോ, പിങ്ക് ചേർന്നിട്ടുള്ളൊരു മോവ് ഷെയ്ഡ്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന സെറ്റൂളിൽ വന്നേക്കുന്ന ബോട്ടം. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ഗ്രേ ഷെയ്ഡ്. പിന്നെ ഇതിനകത്തും സെയിം വർക്ക് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കട വർക്ക് ഡീറ്റെയിലിംഗിൽ വന്നേക്കുന്ന ദുപ്പട്ട ഓർഗൻസയിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ടോപ്പ് വരുന്ന ചന്തേരിയിലാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഫാബ്രിക്. സോഫ്റ്റ് ചന്തേരിയിലാണ് വന്നേക്കുന്ന ടോപ്പ്. സെറ്റുകളിൽ വന്നേക്കുന്ന സെയിം ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ്. ഈ യെല്ലോ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഹൽദി പറയാറുണ്ട്. മാത്രമല്ല യെല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. സ്കിന്നിനൊക്കെ കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കുന്ന, എല്ലാവരുടെയും സ്കിൻ ടോണും മാച്ച് ആവുന്ന ഒരു കളർ ടോണാണ് യെല്ലോ. ആ ഒരു യെല്ലോയിൽ തന്നെ വന്നേക്കുന്ന നെക്സ്റ്റ് കളക്ഷൻ. ഫൈനലി വന്നേക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡാട്ടോ, ഒരു ബേബി പിങ്ക് ടോൺ. ഇതിൻ്റെ കോഡ് വരുന്നത് BLD
1,444. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 5,709. ഇതിന് ട്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സെമി ടസർ സാരി നോർമലി നമ്മൾ കാണുന്ന കാലം കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സാരിയാണ്. ആൻഡ് ഒരു 3 ഷെയ്ഡ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം ഒരു ഡാർക്ക് പാലറ്റിൽ വന്നിട്ടുള്ള സാരി. ഫസ്റ്റ് ഞാൻ വേറെ എടുക്കുന്ന ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ബോഡിയിൽ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങിൽ ഒരു ചെക്ക് പാറ്റേണിലാണ് ആ ഒരു ബോഡിയിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പറിലും ലോവറിലും തിന്നായിട്ട് വന്നിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ത്രെഡിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. കുറച്ചൊന്ന് റിച്ച് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പല്ലുവിൻ്റെ പോർഷനാണ്. ആ പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ ഒരു മണ്ഡല ആർട്ടൊക്കെ നമുക്ക് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ലുക്കിലാണ് ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് നമുക്ക് ഫുള്ളായിട്ട് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സാരീസ് ഒക്കെ വന്നിട്ടുള്ളത്. ആൻഡ് സെയിം ആയിട്ട് വന്നിട്ടുള്ള ഒരു ബേജ് ഷെയ്ഡിൽ തന്നെ റണ്ണിങ്ങിൽ സോളിഡ് ആയിട്ട് വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ആൻഡ് ഇതിൻ്റെ വേറെയും കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ്. ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഹെവി ആയിട്ട് വേണ്ട, കുറച്ചൊന്ന് സിമ്പിളായിട്ട് ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ സാരീസൊക്കെ ചൂസ് ചെയ്യാം. ആൻഡ് പല്ലുവിൻ്റെ പോർഷനാണ് കുറച്ചൊന്ന് ഹൈലൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. കുറച്ചൊന്ന് ഫ്ലോയി ആയിട്ട് നിൽക്കുന്നൊരു സാരി ഒരു ടൈപ്പും കൂടെയാണ്. പെട്ടെന്നൊരു പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഫിഗറി ലുക്ക് നമുക്ക് തരുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും റണ്ണിങ്ങിൽ തന്നെ സോളിഡ് ആയിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡാർക്ക് വയലറ്റ്, നമുക്കൊരു ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു ഷെയ്ഡാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആൻഡ് പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. എല്ലാത്തിലും ആ ഒരു പല്ലുവിൻ്റെ പോർഷനും ബ്ലൗസ് പീസും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ബേജ് ഷെയ്ഡിലാണ്. ബോഡിയിലുള്ള ആ ഒരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പല്ലു. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് വരുന്നത് SUN 312 എന്ന കോഡിൽ 3499 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഔട്ട് www.aham.store.